ആലുവ വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്രോത്സവം കാക്കനാട് ആരംഭിച്ചു. കാക്കനാട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ശാസ്ത്രോത്സവം നടക്കുന്നത്. കാക്കനാട് MAHSലും കാക്കനാട് ഗവൺമെൻറ് LP സ്കൂളിലും അതുപോലെ കമ്മ്യൂണിറ്റി ഹാള് കൂടാതെ കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. നാളെ ശാസ്ത്രോത്സവം സമാപിക്കും. ആലുവ വിദ്യാഭ്യാസ ഉപജില്ലയുടെ ശാസ്ത്രോത്സവമാണ് കാക്കനാട് MAHS, കാക്കനാട് MA അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെൻറ് LP സ്കൂള്, അതോടൊപ്പം തൃക്കാക്കര നഗരസഭ ഓഡിറ്റോറിയം, പാട്ടുപുരക്കൽ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയം തുടങ്ങി 4 വേദികളിലായിട്ട് നടന്നു വരുന്നത്. ഒക്ടോബർ 8, 9 തീയതികളിലായിട്ട് ഏതാണ്ട് 4500ഓളം വിദ്യാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത്. Kochi International Airport is the first world's first airport which is filled with solar panels. It is the first solar powered airport. ഞാൻ ചെയ്തേക്കണത് മറ്റേ ജലമലിനീകരണത്തിൻ്റെ ഒരു ആശയമാണ്. ഇതിൽ നമ്മുടെ ഈ ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ വന്ന് വെള്ളം കെമിക്കലൊക്കെ മിക്സായ വെള്ളം ഇത് പുഴകളിലേക്ക് തള്ളി ഒരു ഫാക്ടറി വഴി ഒഴുകും. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ വഴി കൂടെ പോണ ആൾക്കാരും വേസ്റ്റ് എടുത്ത് ഈ പുഴകളിലേക്ക് ഇടും. നമുക്ക് കുടിക്കണ വെള്ളം പുഴകളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ കുടിക്കണ വെള്ളം മലിനീകരമാവും. അത് മാത്രമല്ലാണ്ട് മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് എന്നിവ രോഗങ്ങൾ നമുക്ക് ഏത് സമയവും ഈ വെള്ളങ്ങൾ നമ്മൾ കുടിച്ചാലും നമുക്ക് ഈ രോഗങ്ങൾ പിടിപെടുന്നതാണ്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേഖലകളിലായി 5 മേഖലകളിലായിട്ടാണ് ഇത്രയും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്. Sustainable airport. A sustainable airport is a completely independent airport without any source supplies from outside. As you can see on this chart, these are the core components of a sustainable airport. ആദ്യത്തെ ദിവസം ഏതാണ്ട് 2800ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ആദ്യ ദിവസം പ്രവൃത്തി പരിചയമേളയും ശാസ്ത്രമേളയും അതോടൊപ്പം സാമൂഹ്യശാസ്ത്രമേളയുമാണ്. രണ്ടാമത്തെ ദിവസം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ശാസ്ത്രോത്സവവും അതോടൊപ്പം ഗണിതശാസ്ത്ര മേളയുമാണ് നടക്കുന്നത്. ഇതിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട്. അത് ഈ ടാങ്കിൽ സ്റ്റോർ ആവും. ആ സ്റ്റോർ വാട്ടർ പ്യൂരിഫിക്കേഷനായി പിന്നെ ഈ ടാങ്കിൽ സ്റ്റോർ ആവും. ആ ടാങ്കിൽ സ്റ്റോർ ചെയ്ത വെള്ളം നമുക്ക് അഗ്രികൾച്ചറിൽ ഉപയോഗിക്കാം, ഹൈഡ്രോഫോൾസിൽ ഉപയോഗിക്കാം. ഈ ഹൈഡ്രോഫോൾസിലെ വെള്ളം ഫിഷ് ടാങ്കിലും ഹൈഡ്രോഫോൾസിലെ വെള്ളം ഫിഷ് ടാങ്കിലേക്ക് ഉപയോഗിക്കും. പിന്നെ സോളാർ അത് ഈ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ അത് കാരണം ഇത് ഞങ്ങൾ സ്മാർട്ട് ഹോമിൽ കുട്ടികളെല്ലാം വളരെ ഉത്സാഹത്തിലാണ്. വളരെയേറെ ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇത്തരം മേളകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും മത്സരം നടക്കുന്നുണ്ട്. ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളം എങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ സാധാ പുഴവെള്ളം എല്ലാം ആവിയായി ആകാശത്തേക്ക് പോകും. അവിടെ വെച്ച് അവിടുത്തെ പൊടിയെല്ലാം കൂടി ക്ലൗഡ്സ് ഉണ്ടാകും. വീണ്ടും വന്ന വാട്ടർ വേപ്പറെല്ലാം ആ ക്ലൗഡിൽ തിങ്ങി നിൽക്കും. അങ്ങനെ കുറേ ക്ലൗഡിൽ വെള്ളം തിങ്ങി നിന്ന് കഴിയുമ്പോൾ വെള്ളം മഴയായിട്ടാണ് നിലത്തേക്ക് വീഴുന്നത്. ഇത് അതുപോലെ തന്നെയാണ് ഡാമിലേക്ക് പോകുന്നത്. അത് കണക്ട് ചെയ്ത ഡാം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന്
ശക്തിയായി പോകുന്ന വെള്ളത്തിനെ കെട്ടി നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡാം. ഈ ഡാമിൽ നിന്ന് വന്ന വെള്ളത്തിന് നമ്മൾ ടർബൈൻ വെക്കും. ടർബൈനിൽ ഇവിടെ ജനറേറ്റർ ഉണ്ടാവും. ജനറേറ്ററാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ടർബൈനിലേക്ക് വെള്ളം സ്പീഡിൽ ചെല്ലുമ്പോൾ ടർബൈൻ കറങ്ങും. അപ്പോൾ ജനറേറ്ററിൽ കൂടെ ഇലക്ട്രിസിറ്റി നമ്മുടെ വീടുകളിലേക്കൊക്കെ വരും. ഈ ഒരു മേളയ്ക്ക് ശേഷം ഇതിൽ നിന്ന് എ ഗ്രേഡോടുകൂടി ഫസ്റ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലാ തലത്തിലുള്ള മത്സരങ്ങൾ പങ്കെടുക്കാം. ജില്ലയിൽ നിന്നും എ ഗ്രേഡോടുകൂടി ഫസ്റ്റ് കിട്ടുന്ന വിദ്യാർത്ഥികളെയാണ് സ്റ്റേറ്റ് തലത്തിൽ പങ്കെടുപ്പിക്കുന്നത്. ഏഷ്യയിലെ തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ വലിയ ഒരു മേളയായിട്ടാണ് ഈ ഒരു മേളയെ കാണുന്നത്. Then the solar panel, Kochi International produces first world solar panel, full, Then it also produces energies to everywhere. We don't have that much. നമുക്ക് അത്രയും സോളാർ പാനൽ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ശരിക്കും സോളാർ പാനൽ വർക്ക് ചെയ്യണമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ലൈറ്റ് ബാറ്ററിക്ക് ആക്കിയത്. പിന്നെ സോളാർ പാനൽ എപ്പോഴും 50 ഡിഗ്രി ചെരിവിൽ വേണം വെക്കാൻ. സൂര്യൻ്റെ വെളിച്ചം 60 ഡിഗ്രിയിലാണ് വരുന്നത്. കുട്ടികൾക്ക് അവരുടെ കഴിവുകളും കണ്ടെത്തലുകളും ഒക്കെ പ്രകടിപ്പിക്കാനും അതുവഴി ശാസ്ത്രാഭിരുചി വളർത്തിയെടുക്കാനും ഒക്കെ ഉപയുക്തമാവുന്ന രൂപത്തിലാണ് ഈ ഒരു മേള സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ഒരുപാട് കൂടി വരാണ്. ഒരുപാട് ചൂട് കാരണം നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സൺലൈറ്റ് വഴി നമുക്ക് സോളാർ ഉപയോഗിക്കാനുള്ള വഴിയാണിത്. ഞങ്ങൾ ഗവൺമെൻറ് എച്ച് സൗത്ത് വാഴക്കുളം അസ്ന എം ബി സാന്ദ്ര സ്വിനോദ്. So consumption of energy at number one jet fuel 262.33 million liters per day is used. Number two, electricity 4.17 megawatts per day, and water usage 1 million liters per day. So this is all of these are very high numbers. If you manage to if you try to reduce the water and recycle it, we can. If we manage to recycle it and use less of these of the electricity, we can if we make all of these sustainable, we can reduce the carbon footprint, global warming, and the greenhouse effect. ഇതിൻ്റെ സംഘാടനവും വളരെ മികവുറ്റ രീതിയിലാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ മാനുവൽ തയ്യാറാക്കുകയും വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ തന്നെ ഇത് സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നൂറുകണക്കിന് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും അതോടൊപ്പം സംഘാടന സമിതിയുടെയും ഒക്കെ തീവ്രമായ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് സബ് ജില്ലാ തലത്തിൽ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ തൃക്കാക്കരയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കുറേ നാളുകൾക്ക് ശേഷം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തൃക്കാക്കര നഗരസഭയുടെ ഒരു നിസ്തുലമായ പിന്തുണ ഇവിടെ ഈ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നഗരസഭയുടെ ഓഡിറ്റോറിയം വളരെ സൗജന്യമായിട്ട് തന്നെ വിട്ടുതന്നു. അതോടൊപ്പം ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പിന്തുണയും സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. പാട്ടുപുരക്കൽ ഭഗവതി ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ആ ക്ഷേത്ര ഓഡിറ്റോറിയവും വളരെ സൗജന്യമായിട്ട് തന്നെ വിട്ടുതരികയും അതിൻ്റെ സൗകര്യപ്പെടുത്തലുകൾ ക്ലീനിങ് ഉൾപ്പെടെ വെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് മുനിസിപ്പാലിറ്റിയോടും അതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും ഈ അവസരത്തിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. Imagine this is you. You're coming in and going here. Imagine this is Uber. You go over the speed bump. When you cross over and go to the departure center, when you cross over the speed bump, you feel the kinetic energy from the car goes into the ground, and there is a special mechanism that transforms the kinetic energy into electric energy. Now you stop the car and the Uber driver goes back or goes to the EV station or with the electric charge.
So it goes to EV transition. Now you get inside the airport. While you're inside the airport, you'll see there'll be special tiles inside the airport. Like that when you press on in the crowded places, when you walk, it'll go the tile will move a few millimeters. That when it does that, will produce electricity to a mechanism. Now from here there'll be a light. When you come inside the airport, there'll be a light using motion sensors. When it detects a person, it sends a signal to open the light and to turn on the light. And when the person goes out of its range, then it will send another signal to turn off the light. This is one of our proposals. My name is Milin Ashok Shivran and I study in Padamugal School in 5th standard. My name is Ivan MS and I study in 5th standard in Padamugal School. ഇങ്ങനെ ഒരു മേള സംഘടിപ്പിക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാണിക്കുന്ന ആ ഇടപെടലിനോടും അതോടൊപ്പം കേരള ഗവൺമെൻറ്റിനോടുള്ള ആ ഒരു നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മേളയിൽ വളരെ സന്തോഷത്തോടും അതോടൊപ്പം തന്നെ വളരെ കമ്മിറ്റഡോടുകൂടി വളരെ ഉത്സാഹത്തോടും കൂടി പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ മേള വിജയിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും രക്ഷകർത്താക്കളെയും ജനപ്രതിനിധികളെയും സന്തോഷത്തോടെ നന്ദിയോടുകൂടി അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.